നമസ്തേ, ഞാൻ ബാബുരാജ്. എറണാകുളം ജില്ലയിൽ വേങ്ങൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന ഭാരതത്തെ ഈ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും സമഗ്ര വികസനത്തിനായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന സകല പദ്ധതികൾക്കും പ്രാതിനിധ്യം വഹിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. 5-ാം വാർഡിൽ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യജീവികളുടെ പ്രശ്നമാണ്. അത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വല്ലാത്തൊരു ഭീഷണി തന്നെയാണ്. അത് ആര് ഭരിച്ചാലും അത് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമഗ്രമായ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ തന്നെ അടിസ്ഥാന പ്രശ്നങ്ങളാണ്. അടിസ്ഥാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നടന്നു പോകുന്ന ഒരാൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പ്രാഥമിക ആവശ്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് സംവിധാനം, ശരിക്കും പൊതുവായിട്ട് ടോയ്ലറ്റ് സംവിധാനമില്ല. പിന്നെ വളരുന്ന കുട്ടികൾ, ഇവർക്ക് ഓടി നടന്ന് കളിക്കാനും ഉള്ള മൈതാനങ്ങൾ ഇവിടെ ഇല്ല. അതൊക്കെ നല്ല രീതിയിൽ വീക്ഷിച്ചുകൊണ്ടാണ് ഈ പാർട്ടി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അടിസ്ഥാന സൗകര്യം ഇപ്പോൾ നരേന്ദ്രമോദി ഏറ്റവും നല്ല വികസനം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല റോഡുകൾ കേന്ദ്രീകരിച്ചുണ്ടാക്കുന്നുണ്ട്, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. അപ്പോൾ അതൊക്കെ വികസനത്തിൻ്റെ ഒരു നാഴികക്കല്ല് തന്നെയാണ്. അതിനപ്പുറം അതിനപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന്, ഗ്രാമങ്ങളിൽ നിന്ന് തന്നെ വികസനം വേണം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം. അതിൻ്റെ കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ BJP അടിസ്ഥാനമായിട്ട് നോക്കുന്ന വികസനങ്ങൾ അത് തന്നെയാണ്. പിന്നെ നമ്മുടെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ, നമ്മുടെ കുടുംബശ്രീയുടെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തികം കടമെടുത്ത് അതിനെ സാമ്പത്തിക അതിഭയങ്കരമായ ബാധ്യതയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മമാരും സഹോദരിമാരും അധിക സാമ്പത്തിക ബാധ്യതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട്, അതിനെ നല്ല ഉന്നമനത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിട്ട് നമ്മൾ താഴേക്കിടയിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച് അവരുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് സാമ്പത്തിക മുന്നോടിയായിട്ട് പോകാൻ വേണ്ടി മാക്സിമം പ്രവർത്തിക്കുന്നതായിരിക്കും നമ്മൾ. 5-ാം വാർഡ് ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യജീവികളുടെ ഒരു ബുദ്ധിമുട്ടാണ്. ഈ വന്യജീവികൾ എന്ന് പറഞ്ഞാൽ ഈ വനത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അവിടെ രാത്രി ആയാൽ നമ്മളൊരു ഓട്ടോ വിളിച്ചാൽ പോലും നമ്മുടെ വീടുകളിലേക്ക് വരാൻ ആരും തന്നെ തയ്യാറാവുകയില്ല. അപ്പോൾ അതിന് വേണ്ടി വന്ന ഫെൻസിങ് സംവിധാനങ്ങൾ സർക്കാരിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്ത് അതിവേഗതയിൽ എത്രയും പെട്ടെന്ന് ചെയ്തു നൽകും. ഇപ്പോൾ ഒച്ചയിടുന്ന ഒരു രീതിയിലാണ് നമ്മളത് അവരുടെ സർക്കാരിൻ്റെതായ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനെ നമുക്ക് നല്ല രീതിയിൽ സ്പീഡപ്പ് ആക്കുകയും അതുപോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന എല്ലാ ഇതുകളും, ഇപ്പോൾ ആനയും വന്യമൃഗങ്ങളും മാത്രമല്ല എല്ലാത്തിനും അതിനെതിരെ നമ്മൾ കൂടെ നിർത്താൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനായിട്ട് ഉള്ള പ്രാപ്തിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ഭംഗിയായി പ്രവർത്തിക്കുന്നതായിരിക്കും. സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വ്യക്തി ഉണ്ടാക്കാവുന്നതാണ് കൂടി നമ്മൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു വീട്. പിന്നെ മാതാപിതാക്കളുടെ കാലശേഷം നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന സ്വത്താണ് നമ്മുടെ സ്ഥലം. ആ സ്ഥലവും നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് ഇവിടെ നിന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാനും ഉള്ള ലെവലിലേക്ക് നമ്മളെ ഈ നാടിനെ ആക്കിയെടുക്കുക എന്നുള്ള ദൗത്യം കൂടി എന്നിലുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലത്ത് പോലും കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളൊരു പാട്ടത്തിൻ്റെ സ്ഥലത്ത് കൃഷി ചെയ്യാനോ ഒന്നിനും നമുക്ക് സാധിക്കുന്നില്ല. അത് ഈ നമ്മുടെ വനത്തിൽ നിന്നുള്ള ആനയും മറ്റുള്ള കാര്യങ്ങളും ഇറങ്ങി നശിപ്പിക്കും, പന്നി മറ്റുള്ള ശുദ്ധജീവികളൊന്നും നശിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്കൊന്നും സാധിക്കുന്നില്ല. പിന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം, പിന്നെ നമ്മുടെ പല കുടുംബങ്ങളിലും കറക്റ്റായിട്ട് ജലം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു പോരായ്മ കൂടി ജനത്തോടൊപ്പം ഇറങ്ങി നിന്നപ്പോൾ നമുക്ക് കുറേ മനസ്സിലാക്കിയതാണ്. ഇത്ര നാളും ഇടതും വലതും മാറി ഭരിച്ചിട്ട് അതിനൊന്നൊരു പരിഹാര വിവരം കാണാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പരിഹാരം കാണാനും ഇത്തരം കാര്യങ്ങൾ ഒക്കെ ചുരുക്കി പറഞ്ഞുകൊണ്ട് നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞങ്ങൾ ഭാരത് ജനതാ പാർട്ടിയുടെ കൂടെ നിങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. അതിനോടൊപ്പം ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഒന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.